കോഴ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള സിലബസാണ് ഈ സെഷനിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഏകദേശം 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബ്രോഡ് കോഴ്സാണ് നമ്മുടെ കോഴ്സ്. അതുകൊണ്ട് തന്നെ പ്രധാനമായ ടോപ്പിക്കുകൾ മാത്രമാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അതുകൂടാതെ അറബി അറിയുന്നവർക്കുള്ള കോഴ്സാണിത്. അറബി അറിയാത്തവരൊരിക്കലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. സോ അറബി അറിയുന്നവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക, അല്ലാത്തവർ അറബി പഠിച്ചതിന് ശേഷം ഈ കോഴ്സിൽ പങ്കെടുക്കുക. 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഇതിലാദ്യമായിട്ട് ഫൗണ്ടേഷൻ ആൻഡ് ഡെയിലി ലൈഫ്, അതുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ശേഷം എക്സ്പാൻഡിങ് ഡെയിലി വൊക്കാബുലറി, ദൈനംദിന വൊക്കാബുലറി, പദസമ്പത്തുകൾ. അതുപോലെ മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവലാണ്, ആശയവിനിമയം, അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള മോഡേൺ അറബിക്. പിന്നീട് വരുന്നത് കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ മേഖലകളുമായി ബന്ധപ്പെട്ട അറബിക്കാണ്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ. പിന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ അറബിക്, ബിസിനസ്സും അതുപോലെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട അറബികളാണ് പിന്നെ പഠിക്കുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ കൾച്ചറൽ നോളജ് അന്ന് ഡീപ്പനായിട്ട് പഠിപ്പിക്കുക. പിന്നെ നമ്മുടെ സ്കിൽസ് ഫ്ലുവൻസിയൊക്കെ റിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിനുശേഷം ലാസ്റ്റ് ഫൈനൽ പ്രാക്ടീസ് ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ 10 ടോപ്പിക്സ്, 10 പ്രധാന മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. നമുക്ക് ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് വിശദമായിട്ട് നോക്കാം. ഫൗണ്ടേഷൻസ് ആൻഡ് ഡെയിലി ലൈഫിൽ നമുക്ക് ബേസിക് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ഉണ്ടാകും. പിന്നെ നമ്പേഴ്സ് ആൻഡ് കൗണ്ടിങ്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഇതെല്ലാം. പക്ഷേ നമ്മൾ കോഴ്സായി നടത്തുമ്പോൾ അതിനായിട്ടുള്ള സിലബസും കാര്യങ്ങളും വേണമല്ലോ. ഡേയ്സ് ഓഫ് ദി വീക്ക് ആൻഡ് മന്ത്സ്. പിന്നെ കോമൺ പൊളൈറ്റ് എക്സ്പ്രഷൻസ്, പൊതുവായിട്ടുള്ള പൊളൈറ്റായിട്ടുള്ള മാന്യമായിട്ടുള്ള എക്സ്പ്രഷൻസ്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് റിലേഷൻഷിപ്സ്, അത് വിശദീകരിക്കും. പിന്നെ നാഷണാലിറ്റി ആൻഡ് ഒറിജിൻ, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡെയിലി റൊട്ടീൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതുപോലെ കളേഴ്സ് ആൻഡ് ഷേപ്സ്. പിന്നെ കോമൺ ഒബ്ജക്ട്സ് അറ്റ് ഹോം. അടുത്തതായിട്ട് വരുന്നത് എക്സ്പാൻഡിങ് ഡെയിലി വൊക്കാബുലറിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ് പിന്നീട് വരുന്നത്. അതിൽ ഷോപ്പിംഗ് ആൻഡ് ആസ്കിങ് ഫോർ പ്രൈസസ്, ഫുഡ് ആൻഡ് ബിവറേജസ് വൊക്കാബുലറി. പിന്നെ ഓർഡറിങ് അറ്റ് റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. അതുപോലെ പ്രൊഫഷൻസ് ആൻഡ് വർക്ക് പ്ലേസ് വൊക്കാബുലറി. അതുപോലെ കോമൺ ആക്ടിവിറ്റീസ് ആൻഡ് ഹോബീസ്. വെതർ ആൻഡ് സീസൺ, കാലാവസ്ഥ സീസണൊക്കെ പറയുന്ന കാര്യം. ക്ലോത്തിങ് ആൻഡ് ഫാഷൻ. പിന്നെ എക്സ്പ്രസിങ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിറക്ഷൻസ്. പിന്നെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കോമൺ വേർബ്സ്. അതൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുക. അടുത്ത മൊഡ്യൂള് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവലാണ്. കമ്മ്യൂണിക്കേഷനും ട്രാവലുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ വൊക്കാബുലറി, എയർപോർട്ട്സ് ആൻഡ് ട്രാവലിംഗ് വൊക്കാബുലറി, ബാങ്കിങ് ആൻഡ് മണി റിലേറ്റഡ് ടെർമിനോളജി, ഹെൽത്ത് കെയർ ആൻഡ് വിസിറ്റിംഗ് എ ഡോക്ടർ. പിന്നെ എമർജൻസി ആൻഡ് സീക്കിംഗ് ഹെൽപ്പ്, ബുക്കിംഗ് ടിക്കറ്റ്സ് ആൻഡ് മേക്കിംഗ് റിസർവേഷൻസ്, പോസ്റ്റൽ സർവീസസ് ആൻഡ് ഡെലിവറീസ്, ഫോൺ കോൾസ് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജസ്, പബ്ലിക് സൈൻസ് ആൻഡ് നോട്ടീസസ്, എക്സ്പ്രസിംഗ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇതൊക്കെയാണ് ഈ സെഷനിൽ പഠിക്കുക. അടുത്ത മൊഡ്യൂളിൽ കൾച്ചർ ആൻഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. അതിൽ അറബ് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്, പോപ്പുലർ ആയിട്ടുള്ള അറബിക് സോങ്സ് ആൻഡ് മൂവീസിനെ കുറിച്ച് പറയും. ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ്, social etiquette and manners, greeting in formal and informal situations, historical places in the Arab world, famous Arabic writers and poets, idioms and proverbs in Arabic, traditional Arabic dishes, Arabic media, അതായത് ന്യൂസ്, മാഗസിൻസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. അതിൽ സിമ്പിളായിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് വായിക്കുക, അതുപോലെ അറബിക് ഡയലോഗ്സ് കേൾക്കുക, പിന്നെ ന്യൂസ് ഹെഡ്ലൈൻസ് മനസ്സിലാക്കുക, ഡിസ്ക്രൈബിങ് ആൻ ഇവൻറ്റ് ഓർ ഇൻസിഡൻറ്റ്, അതുപോലെ പേഴ്സണൽ ഡയറി എൻട്രി ഒക്കെ എഴുതുക. പിന്നെ ടോക്കിംഗ് അബൌട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലത്തുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ആസ്പിറേഷൻസ്. ഇതൊക്കെ നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക, അല്ലെങ്കിൽ എന്താണെന്ന് ചിലപ്പം സംശയം വന്നേക്കാം. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമാൻഡ്, ഒരു കമാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കലൊക്കെ എങ്ങനെയാണ്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസസ് വായിക്കുക. പിന്നെ പബ്ലിക് അനൗൺസ്മെൻറ്റ്സ് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ സെഷനിൽ വരുന്നത്. പിന്നീട് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ അറബിക്കാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട, അതുപോലെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അറബിക്. ഇതിൽ ബിസിനസ് ആൻഡ് ഓഫീസ് ടെർമിനോളജി,
writing professional emails, attending meetings and discussions, making appointments and schedules, negotiation and bargaining, understanding contracts and agreements, customer service conversations, പിന്നെ giving a presentation in Arabic, കോമൺ ടെക്നിക്കൽ ആൻഡ് IT ടേംസ്, പിന്നെ ഫൈനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് ടേംസ്, ഇതൊക്കെ മനസ്സിലാക്കല. അതൊക്കെയാണ് ഈ പ്രൊഫഷണൽ അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അറബിക്സിൽ വരുന്നത്. ഇനി അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ ടോക്കിംഗ് അബൌട്ട് ഗ്ലോബൽ ഇഷ്യൂസ്, എക്സ്പ്ലെയിനിങ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, ഡിബേറ്റിംഗ് ആൻഡ് ഗിവിംഗ് ഒപ്പീനിയൻസ്, expressing gratitude and appreciation, understanding poetry and literature, reading and analyzing news articles, social media and online communication, watching and understanding Arabic TV shows, writing a short article or blog post, understanding political economics terms. ഇതൊക്കെയാണ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. കൾച്ചറൽ നോളജ് ഒന്ന് വിശാലമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ്. അതിൽ എക്സ്പ്ലോറിങ് അറബിക് ഡയലക്ട്സ്, ബേസിക് ഡിഫറൻസ് പറയും, അറബിക് കാലിഗ്രാഫി ആൻഡ് ഹിസ്റ്ററി, ഫേമസ് സ്പീച്ചസ് ഇൻ അറബിക്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അറബിക് സോങ്സ്, ട്രഡീഷണൽ സ്റ്റോറീസ് ആൻഡ് ഫോക്ക് ടൈൽസ്, അതുപോലെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടെർമിനോളജി, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇൻ ദി അറബിക് വേൾഡ്, സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ ടേംസ് ഇൻ അറബിക്, കോമൺ എക്സ്പ്രഷൻസ് ഇൻ അറബിക് ലിറ്ററേച്ചർ, അറബിക് സേയിങ് ആൻഡ് ദെയർ മീനിങ്സ്. ഇതൊക്കെയാണ് കൾച്ചറൽ നോളജിൽ വരുന്നത്. അതിനുശേഷം റിഫൈനിങ് സ്കിൽസ് ആൻഡ് ഫ്ലുവൻസിയാണ്. അതിൽ എൻഗേജിങ് ഇൻ റോൾ പ്ലേയിങ് സിറ്റുവേഷൻ, പ്രാക്ടീസിങ് കോൺവെർസേഷൻ ഇൻ ഡിഫറെൻറ്റ് സിനാരിയോസ്, വ്യത്യസ്തമായ സിനാരിയോകളിൽ നമ്മൾ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ അതിൽ വരിക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമർ ആൻഡ് ജോക്സ് ഇൻ അറബിക്, അറബിയിലെ ജോക്സും ഹ്യൂമറൊക്കെ മനസ്സിലാക്കുക. സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റിയോടെ കോൺഫിഡൻസോടെ സംസാരിക്കാൻ പഠിക്കും. പിന്നെ ലിസണിങ് ടു അറബിക് പോഡ്കാസ്റ്റ് ആൻഡ് ഓഡിയോ ബുക്സ്, അറബിക് പോഡ്കാസ്റ്റുകൾ ഓഡിയോ ബുക്സിലൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതുപോലെ ഡെവലപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ, സ്റ്റോറി പറയാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ആർട്ടിക്കിൾസ് ആൻഡ് സ്റ്റോറീസ് സമ്മറൈസ് ചെയ്യുക. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ്, പബ്ലിക് സ്പീക്കിംഗ്, പിന്നെ ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് സ്പീച്ച്, ഒരു സ്പീച്ച് ക്രിയേറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യുന്നത്. പിന്നെ അറബിക്കിലേക്ക് സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും പഠിക്കും. ഇതോടുകൂടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ ലാസ്റ്റ് സെഷനാണ് ഫൈനൽ പ്രാക്ടീസ് ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിനുശേഷം എക്സാം ഉണ്ടാകും. എക്സാമിന് ശേഷം നമ്മുടെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഇത് കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയവർക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഓൺ സർട്ടിഫിക്കറ്റ് ആണ്. അത് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത്രയുമാണ് കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഇത് മൊത്തം നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ കോഴ്സിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവമായ സ്വാഗതം. താങ്ക്